ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത് മൊളസ്കയുടെ നെക്സ്റ്റ് ക്ലാസ് ആയിട്ടുള്ള മോണോപ്ലക്കോഫോറ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്ലക്കോഫോറ പഠിച്ചു. ഇന്ന് നമ്മൾ മോണോപ്ലക്കോഫോറയിൽ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് ബൈവാൽവിയെ കാണും, അത് കഴിഞ്ഞിട്ട് പോളിപ്ലക്കോഫോറയും ഈ ഒരു വീഡിയോയിൽ തന്നെ കാണും. അപ്പോൾ മോണോപ്ലക്കോഫോറ എന്ന് പറയുന്നത് നമ്മുടെ എപ്ലക്കോഫോറ പോണക്ക് പ്രിമിറ്റീവ് ഗ്രൂപ്പ് ഓഫ് മൊളസ്കൻസ് ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഫോസിൽസ് ഇതിനെക്കുറിച്ച് അറിവ് കിട്ടിയത് കേംബ്രിയൻ അല്ലെങ്കിൽ ഡിവോണിയൻ പീരീഡിലുള്ള ഫോസിൽസിൽ കൂടിയായിരുന്നു. അത്രത്തോളം പ്രിമിറ്റീവ് ആയിരുന്നു. അപ്പം ഇതിന് നമ്മുടെ ഗ്യാസ്ട്രപ്പോൾ നമ്മൾ വരുന്നേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണും. ഗ്യാസ്ട്രപ്പോൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. നമ്മുടെ മൊളസ്കയുടെ 7 ക്ലാസ്സസ് ഉണ്ടല്ലോ, അതിലെ ഒരെണ്ണം ആണ്. ഗ്യാസ്ട്രപ്പോഡിന്റെ ടിപ്പിക്കൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു ഓർഗാനിസം ആണ് സ്നെയിൽ. അപ്പം അവരുമായിട്ടൊരു സിമിലാരിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ക്രീപ്പിംഗ്, ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോകുന്ന ക്രീപ്പിംഗ് ഫുഡ് ഇവരിലും ഉണ്ട്. ആർക്ക്? ഈ മോണോപ്ലക്കോഫോറയ്ക്ക് ഉണ്ട്. ഈ ക്ലാസ്സസിനകത്ത് 2 ജനറ വരുന്നുണ്ട്. അതിലായിട്ട് 8 സ്പീഷീസും കാണപ്പെടുന്നുണ്ട് ഈ മോണോപ്ലക്കോഫോറയിൽ. അപ്പോൾ അതിന്റെ സേലിയൻ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഹാബിറ്റാറ്റ് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. മറൈൻ ആണ് വരുന്നത്. ബെന്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, എന്താണ്, അറ്റാച്ച്ഡ് ഫോം ആണ് അല്ലേ, ബോട്ടമിൽ കാണുന്നതാണ്. അങ്ങനെയുള്ള ജീവികളാണ്. പിന്നെ എവിടെ കാണപ്പെടുന്നത്? ലീവ് ഇൻ മോഡറേറ്റ് ടു അബൈസൽ ഡെപ്ത്. വെച്ചാൽ നമുക്ക് ജനറലി പറയാം ആഴമുള്ളിടത്താണ് കാണുന്നത്. അബൈസൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ആഴമുള്ള സ്ഥലങ്ങളെയാണ് അബൈസൽ. അപ്പം ഓൾമോസ്റ്റ് ആഴമുള്ള സ്ഥലങ്ങളിലാണ് ഏതിനെ കാണുന്നത്? മോണോപ്ലക്കോഫോറയെ കാണുന്നത്. ഇനി ഇവരുടെ ബോഡി നോക്കുവാണെങ്കിൽ ബോഡി ഏകദേശം ഒരു ഓവൽ ഷേപ്പാണ്. നമ്മളിപ്പോൾ കാണും, അതിന്റെ പിക്ചറൊക്കെ ഇപ്പോൾ കാണും കേട്ടോ. ഓവലാണ്. സിമെട്രി ഉണ്ടോ? ബൈലാറ്ററൽ ആയിട്ടുള്ള സിമെട്രിയാണ്. മെറ്റാമെറിസം കാണിക്കുന്നുണ്ട്. എന്താ മെറ്റാമെറിസം? സെഗ്മെന്റേഷൻ. മെറ്റാമെറിസം കാണിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഷെല്ലിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്ലാറ്റ് ആൻഡ് ലിംബറ്റ് ഷേപ്ഡ്. കണ്ടോ, ലിംബറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ലിംബറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പോണക്കുള്ള ചില മൊളസ്ക് ആണ് കേട്ടോ. മറൈൻ മൊളസ്ക് ആണ്. അതിന്റെ ബോഡി ഒരു കോണിക്കൽ ഷേപ്പായിട്ട് തോന്നല്ലേ? അപ്പോ അങ്ങനെയുള്ളൊരു ഷേപ്പാണ് ഈ മോണോപ്ലക്കോഫോറൻസിൽ ഒരു ക്ലാസ്സിൽ വരുന്ന ഓർഗാനിസംസിന്. പിന്നെ അതേപോലെ കണ്ടോ, അതിന്റെ ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പീസ് അല്ലെങ്കിൽ സിംഗിൾ വാൽവ്. ഉദാഹരണത്തിന് നമ്മുടെ നമ്മൾ കഴിക്കുന്ന കക്ക, അത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലോ. അതിന് അടിയിലും ഒരു ഷെല്ലുണ്ട്, മുകളിലും ഒരു ഷെല്ലുണ്ട് അല്ലേ? ഇതിന്റെ ഉള്ളിലല്ലേ കക്കായി ഇറച്ചിയിരിക്കുന്നത്. പക്ഷേ ഇതിന് 2 വാൽവ് ഉണ്ടെന്ന്, അല്ലെ 2 ഷെല്ലുണ്ടെന്ന് പറയാം. അത് വേറെ ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോ ഇവിടുത്തെ നമ്മുടെ മോണോപ്ലക്കോഫോറയിൽ എന്താണ്, ഒറ്റയൊരു ഷെല്ലേ ഉള്ളൂ. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. മെയ്ഡ് ഓഫ് എ സിംഗിൾ പീസ് ഓർ വാൽവ്. പിന്നെ എന്താണ്, ഫ്ലാറ്റ് ബ്രോഡ് വെൻട്രൽ ഫുഡ് ക്രീപ്പിംഗ് ടൈപ്പ് ആണ്. അത് അടിയിൽ കാണും. ഇത് ഫ്ലാറ്റ് ആണ്, ബ്രോഡ് ആണ്. പിന്നെ അഡക്ടർ, 8 പേഴ്സ് ഓഫ് അഡക്ടർ മസിൽസ് ഉണ്ട്. അഡക്ടർ മസിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ പുള്ളി ചെയ്യാൻ പറ്റുന്ന മസിൽസ് ആണ്. ഫൂട്ട് ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് പോവാൻ ഹെൽപ്പ് ചെയ്യും ഈ അഡക്ടർ മസിൽസ്. ഫൂട്ടിൽ കാണുന്നതാണ്. മാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡോം ഷേപ്ഡ് ആണ്. ഡോം ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഡോം, ഇതൊരു ഡോം ഷേപ്പ് ആണ്. ഇച്ചിരി ചളുങ്ങിപ്പോയി. ഇങ്ങനെ ഡോം ഷേപ്പ്, മനസ്സിലായില്ലേ? മാൻഡിലിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോം ഷേപ്പ് ആണ്. അപ്പൊ ഈ മാൻഡിലാണ് ബോഡിയുടെ വിസറൽ മാസിനെ ഡോസലിയും കവർ ചെയ്യും, ലാറ്ററലിയും കവർ ചെയ്യും. ഇനി ഹെഡ് നോക്കുവാണെങ്കിൽ വിത്തൗട്ട് ഐസ് ആൻഡ് ടെൻഡക്കിൾസ്. ഐസും ഇല്ല, ടെൻഡക്കിൾസും ഇല്ല. ഇതേപോലെ ഒരു ഷേപ്പ് അങ്ങ് മനസ്സിലോർത്താൽ മതി. ഓക്കെ, ഇൻഡിസ്റ്റിങ്ക്ട് ഹെഡ് വിത്തൗട്ട് ഐസ് ആൻഡ് ടെൻഡക്കിൾസ്. ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാലോ സിമ്പിൾ ആണ്. കോയിൽഡ് കണ്ടോ. അപ്പം ഇൻഡസ്റ്റൈൻ ഇങ്ങനെ കോയിൽ ചെയ്തിരിക്കുകയാണ്. കോയിൽഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ ആണ്. റാഡുല പ്രസന്റ് ആണ്. റാഡുല എന്തുവാ റാഡുല? റാസ്പിങ്സ്, ഒരു ടീത്ത് ഒക്കെ ഉള്ള ടങ് ലൈക്ക് സ്ട്രക്ചർ ആണ് റാഡുല സ്റ്റാക്കിനകത്തിരിക്കുന്ന, ബക്കൽ ക്യാവിറ്റിയിൽ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നെർവസ് സിസ്റ്റം എങ്ങനെയാണ്? ലാഡർ ലൈക്ക് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് കണ്ടേ, അത് ഇനി വീണ്ടും പറയുന്നില്ല.
ഗിൽസ് ഗിൽസ് ആൻഡ് നെഫ്രീഡിയ. അത് എത്ര വീതമുണ്ട്? ഗിൽസ് 5 പെയേഴ്സ് ഉണ്ട്, നെഫ്രീഡിയ 6 പെയേഴ്സ് ഉണ്ട്. ഹേർട്ട് പറയുകയാണെങ്കിൽ ഹേർട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? 2 പെയേഴ്സ് ഓഫ് ഓറിക്കിൾസ് ഉണ്ട്, ഒരു സിംഗിൾ വെൻട്രിക്കിളും ഉണ്ട്. 2 പെയർ ഓഫ് ഓറിക്കിളാണ് ഉള്ളത്. 2 പെയർ എന്ന് പറയുമ്പോഴേ 4 ഓറിക്കിളും ഉണ്ട്, ഒരു വെൻട്രിക്കിളും ഉണ്ട്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത്? നിയോപിലീന ആൻഡ് വെമ. അപ്പൊ നിയോപിലീന ഞാൻ കാണിക്കാം. വെമയുടെ പിക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. നിയോപിലീന, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾ. കണ്ടോ, ആ ഡോം ഷേപ്ഡ് ആണ് കേട്ടോ. അപ്പം കറക്റ്റ് ഒരു സർക്കുലാർ ആണെന്ന് പറയാൻ പറ്റില്ല, സബ് സർക്കുലാർ എന്ന് പറയും ഈ ഒരു ഷേപ്പിനെ. അപ്പം അതാണ് ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിന് മോണോ പ്ലക്കോഫോറയിൽ പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾ നിയോപിലിനെയാണ്. വെമയുടെ ഏകദേശം ആ ഒരു ഷേപ്പ് തന്നെയാണ്. കണ്ടോ, ലിംബറ്റ് ഷേപ്പ് നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ കാണാം. നിയോപിലീന ഗലാത്തിയെ. ഇതാണ് ഈ മോണോപ്ലക്കോഫോറയിലെ ഒരു ലിവിങ് റിപ്രസെൻറ്റേറ്റീവ്. ഇപ്പോൾ ജീവനോടുള്ള, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്പീഷീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയോപിലിന മാത്രമേ ഉള്ളൂ. എന്നാ ഇതിനെ കണ്ടുപിടിച്ചത്? 1952. ഇനി ആരാണ് എപ്പോഴാണ്? ഒരു ഡാനിഷ് റിസർച്ച് ഷിപ്പ്, അതിന്റെ പേരെന്തുവാ? ഗലാത്തിയെ. കണ്ടോ, നോട്ട് ദ പോയിന്റ്. കണ്ടോ, ഗലാത്തിയെ. ഇത് എവിടെ? ഒരു ഡീപ്പ് ട്രെഞ്ചിൽ അവിടെ ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതിനെ അവർ കണ്ടെത്തിയത്. നിയോപിലിയ ഗലാത്തിയെ എന്ന് പറയുന്ന ഈ മോണോപ്ലക്കോഫോറയെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി ഈ പേര് കൊടുത്തത് ആരാ? ഹെന്നിങ് ലെംചെയാണ്. 1957. ഹെന്നിങ് ലെംചെ. ഓക്കെ, ഇനി എൻ്റെ ഹാബിറ്റാറ്റ് നോക്കുവാണെങ്കിൽ കണ്ടോ, നല്ല ആഴമുള്ളിടത്താണ് കാണുന്നത്. ഭയങ്കര ആഴമുള്ളിടത്ത് കാണുന്നതുകൊണ്ട് അതിൻ്റെ പുറകെ പോയി അതിൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇതുവരെയും അത്ര കാര്യമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഒരു അസറ്റായിരിക്കും സയൻസിൽ. ഓക്കെ, ഇനി ബോഡി നോക്കുവാണെങ്കിൽ ഓവൽ ബോഡിയാണ്. ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ് ബോഡി. 3 സെന്റിമീറ്റർ ലോങ് ആണ് ഓൾമോസ്റ്റ്. ഷെല്ല് നോക്കിക്കേ, വളരെ തിന്നാണ്. നേരത്തെ പറഞ്ഞ സബ് സർക്കുലാർ. നമുക്ക് സർക്കിൾ എന്ന് പറയാൻ പറ്റുമോ? നല്ല സർക്കിൾ പറ്റത്തില്ല, ഏകദേശം സർക്കിൾ. സബ് സർക്കുലാർ ആണ്. ഫോംഡ് ഓഫ് എ സിംഗിൾ വാൽവ്, ഒരൊറ്റ ഒരു വാൽവേ ഉള്ളൂ. അപ്പെക്സ് കണ്ടല്ലേ, അപ്പെക്സ് നല്ല റേസ് പൊങ്ങിയിരിക്കും കണ്ടോ, ഡയറക്റ്റഡ് ആന്റീരിയർലി. കണ്ടോ, ഏകദേശം ആന്റീരിയറിലോട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നതാണ് അപ്പെക്സ്. മാൻഡിൽ, ഇത് മാൻഡിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉള്ളിലെ വിസറെ കവർ ചെയ്യുന്നുണ്ട് ലെയർ. മാൻഡിലിന്റെ ഷേപ്പ് ഡോം ഷേപ്ഡ് ആണ്. ഞാൻ നേരത്തെ വരച്ച് കാണിച്ചതാണ്, ഒന്നുകൂടെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ഷേപ്പാണ്, അതിനാണ് ഡോം ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കാണുമായിരിക്കും ഷെല്ലിന്റെ അടിയിൽ, ഷെല്ലിന്റെ തൊട്ട് താഴെ ആയിരിക്കുമല്ലോ മാൻഡിൽ കാണുന്നത്. ഇനി പാലിയൽ ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, മാൻഡിൽ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ്. പാലിയൽ ഗ്രൂവ് ഇവിടെ എങ്ങനെയാണ്? ഷാലോ ആണ്, അത്ര ഡീപ്പല്ല, ഷാലോ ആണ്. ഏതിന്റെ ഇടയ്ക്കാണ് കാണുന്നത്? നമുക്കറിയാമല്ലോ, ഫൂട്ട് ആൻഡ് മാൻഡിൽ എഡ്ജ്. അതായത് ഇതിപ്പോ ഷെല്ലായിരിക്കും, അതിന്റെ ഉള്ളിലായിരിക്കുമല്ലോ മാൻഡിൽ, പിന്നെ ഇവിടെ ഫൂട്ട്. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിരിക്കുമല്ലോ കാണുന്നത്. മാൻഡിൽ എഡ്ജിന്റെ ഉള്ളിൽ ഫൂട്ടിന്റെ ഇടയ്ക്കായിട്ടായിരിക്കും കാണുക. അതാണ് ജസ്റ്റ് വരയ്ക്കുന്നത്. ഓക്കെ, ഇത് മാൻഡിൽ, ഇത് ഷെല്ല്, അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെയാണ് ഇതെന്ന് പറയുന്നത് പാലിയൽ ഗ്രൂവ് അല്ലെങ്കിൽ മാൻഡിൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ മോണോപ്ലക്കോഫോറയിൽ ഇത് ഷാലോ ആണ്. ഇറ്റ് സറൗണ്ട്സ് ആൻഡ് സെപ്പറേറ്റ്സ് ഫൂട്ട് ഫ്രം ദി മാൻഡിലിനെ ഫൂട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫൂട്ട് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്? വെൻട്രൽ ആണ്, ഫ്ലാറ്റ് ആൻഡ് ഗ്ലാൻഡുലാർ ആണ്, ക്രീപ്പിംഗ്, ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോകാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് സോളാണ് ഉള്ളത്, അടിഭാഗം ആണ് ഉള്ളത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ആങ്കറിങ്, എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് ഇരിക്കാനും ആ ഒരു ഫൂട്ട് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഹെഡ് നോക്കുകയാണെങ്കിലോ, ഹെഡ് ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞു, റെഡ്യൂസ്ഡ് ആണ്, ഐസും ടെൻഡക്കിൾസും ഒന്നും തന്നെ ഇല്ല, അതൊക്കെ ആബ്സെന്റ് ആണ്. ഈ മൗത്ത് ആൻഡ് ഏനസിന്റെ കാര്യമാണ്. ഈ മൗത്തിന്റെ പൊസിഷൻ എവിടെയാണ് എന്നൊക്കെ ഉള്ള, ഏനസിന്റെ പൊസിഷൻ എവിടെയാണ്, അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. മൗത്ത് നോക്കിയതാണ്ട് ഇവിടെ കണ്ടോ, മിഡ് വെൻട്രൽ ആൻഡ് ഓപ്പൺസ് ആന്റീരിയർ ടു ദ ഫൂട്ട്. ഇപ്പോൾ ഫൂട്ടിന്റെ മുമ്പിലായിട്ടാണ് തുറക്കുന്നത്, ആന്റീരിയർ ആണ് മൗത്ത്. പിന്നെ ആന്റീരിയർ ആയിരിക്കുമല്ലോ, ഏനസ് പോസ്റ്റീരിയറും ആയിരിക്കും. കണ്ടോ, ലൊക്കേറ്റഡ് പോസ്റ്റീരിയർലി
ഇൻ ദ പാലിയൽ കണ്ടോ, ഇത് പാലിയൽ ഗ്രൂവ് ആണേ, ഇത് ഫൂട്ടാണേ. അപ്പം ഈ പാലിയൽ ഗ്രൂവിന്റെ പോസ്റ്റീരിയർ എൻഡിലായിട്ടാണ് ANS ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ വീരം അല്ലെങ്കിൽ പ്രീ ഓറൽ ലോബ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് നോക്കി ഞാൻ കാണിക്കാം. ഇസ് ലൊക്കേറ്റ് കണ്ടോ, ഇവിടെ ഞാൻ വരച്ച കണ്ടോ. അപ്പൊ ലൊക്കേറ്റ് ഇൻ ഫ്രണ്ട്, മൗത്തിന്റെ ഫ്രണ്ടിലായിട്ട് വരും ഈ വീരം അല്ലെങ്കിൽ പാലിയൽ ലോബ്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം കണ്ടോ, പ്രീ ഓറൽ ലോബ്, വീലം വീലം. പ്രീ ഓറൽ ലോബ് അല്ലെങ്കിൽ വീലം എന്ന് പറയും. അത് മൗത്തിന്റെ ഫ്രണ്ടിലായിട്ട് വരും. ഇറ്റ് എക്സ്റ്റെൻഡ് ലാറ്ററലി ഉണ്ട്, രണ്ട് സൈഡിൽ. അതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് ലാറ്ററലി ഓൺ ഈച്ച് സൈഡ്. എങ്ങനെയാണ്, ലൈക്ക് സീലിയേറ്റ്, പിന്നെ സീലിയുണ്ട്, സീലിയേറ്റഡ് പാൽപ്പ് ലൈക്ക്. ഒരു പാൽപ്പ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു ഒരു നമുക്ക് ഫീൽ ചെയ്യാൻ ഒരു എന്താണ്, പുറത്തോട്ട് ചെറുതായിട്ടൊന്ന് തള്ളി നിൽക്കുന്ന അങ്ങനെയുള്ളതിനെയാണ് പാൽപ്പ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് തൊട്ട് നോക്കുമ്പോൾ ഒരു കട്ടി ഉണക്ക് നമുക്ക് തോന്നും. പോസ്റ്റ് ഓറൽ ഫോൾഡ്. പോസ്റ്റ് ഓറൽ ഫോൾഡ് എന്ന് പറയുന്നത് ഈ മൗത്തിന്റെ താഴെയായിട്ട് വരും, അടിയിലായിട്ട് വരും, മൗത്തിന്റെ പുറകിലായിട്ട് വരും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയർ ഓഫ് ടെൻഡക്കുലർ ടഫ്റ്റ് ഉണ്ട്, ഇങ്ങനെ ടെൻഡക്കുലർ ഇങ്ങനെ ടഫ്റ്റ് ആയിട്ട്. അതവിടെ ഈ പിക്ചറിൽ കൊടുത്തിട്ടില്ല, ആ ഒരു അപ്പിയറൻസ് ആണ് ഈ പോസ്റ്റ് ഓറൽ ഫോൾഡ് എന്ന് പറയുന്നത്. ഫോംസ് എ പെയർ ഓഫ് ടെൻഡക്കുലർ ടഫ്റ്റ്. ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, അതുകൊണ്ടാണ് ഈ പെയർ എന്ന് പറയുന്നത്. കമ്പയറബിൾ ടു ദ സിഫാലോപോഡ് ആംസ്. സിഫാലോപോഡ്സും നമ്മൾ ഇനി പഠിക്കാൻ വരുന്നേ ഉള്ളൂ. അതിന്റെ ആംസ് ഉണക്ക്. സിഫാലോപോഡിന്റെ എക്സാമ്പിൾ ഏതാണ്? സിഫാലോപോഡിന്റെ നമ്മുടെ കണവ ഒക്കെ ഇല്ലേ, അതിന്റെ ആംസ് ഇല്ലേ, അതേപോലെ ഇതിന്റെ മൗത്തിന്റെ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ടഫ്റ്റ് ഓഫ് ടെൻഡക്കിൾസ് ഉണ്ട്. അതിനെയാണ് പോസ്റ്റ് ഓറൽ ഫോൾഡ് എന്ന് പറയുന്നത്. പിന്നെ ഗിൽസ് കണ്ടോ, ഇതാ ഇവിടെ കണ്ടു, ഇതാണ് പാലിയൽ ഗ്രൂവ്. ഇത് പാലിയൽ ഗ്രൂവിൽ നിന്നാണ് വരുന്നത്. കണ്ടെയ്ൻ 5 പെയേഴ്സ് ഓഫ് മോണോപെക്ടിനേറ്റ്. മോണോപെക്ടിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, രണ്ട് റോയിൽ ഒരൊറ്റ വരിയിൽ മാത്രം, നമ്മുടെ ചീപ്പൊക്കെ പോണക്ക് മോണോപെക്ടിനേറ്റ് ഗിൽസ് ഉണ്ട്. 5 പെയേഴ്സ്, 1 2 3 4 5, അങ്ങനെ 5 പെയേഴ്സ് രണ്ട് സൈഡിലും ഗിൽസ്. ഇനി നെഫ്രീഡി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പെയേഴ്സ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടായിരുന്നു അല്ലേ, 6 പെയേഴ്സ് ഓഫ് നെഫ്രീഡിയ ഉണ്ട്. കണ്ടോ, 1 2 3 4 5 6 രണ്ട് സൈഡിലും. അതിനകത്ത് ഓഫ് വിച്ച് 5 പേസ് ഓപ്പൺ ത്രൂ മൈന്യൂട്ട് നെഫ്രീഡിയോപോസ്. ഇതിൽ 6 ഉള്ളതിൽ 5 പുറത്തേക്ക് നെഫ്രീഡിയോ പോസ് വഴി പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആൻഡ് നെഫ്രീഡിയോപോസ് ആയിട്ട് ഏത് വഴിയാണ് ഓപ്പൺ ചെയ്യുന്നത്? ബേസ് ഓഫ് ദി ഗിൽസ് ഇൻ ദി പാലിയർ ക്യാവിറ്റി. അപ്പോൾ ഗിൽസ് നമ്മൾ കണ്ടില്ലേ, അതിന്റെ ബേസിലാണ് ഇത് നെഫ്രീഡിയോ പോസ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത്. സിക്സ്ത് പെയർ പക്ഷേങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് ആൻറ്റീരിയർ എൻഡിലായിട്ടാണ്. സിക്സ്ത് പെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരും ആൻറ്റീരിയർ എൻഡിലായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി നെഫ്രീഡിയ 6 ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 6 പെയേഴ്സ്. അതിൽ 2 പെയേഴ്സ് ഗോണോഡെക്സ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഗോണോഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗൊണാഡ്സിൽ നിന്നുള്ള പ്രോഡക്ട്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗോണോഡെക്സ് ആയിട്ട് 6 പെയർ ഓഫ് നെഫ്രീഡിയ, അതിൽ 2 ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇന്റേണലി നോക്കുവാണെങ്കിൽ, 8 പെയർസ് ഓഫ് പെഡൽ റിട്രാക്റ്റഡ് മസിൽ. പെഡൽ എന്ന് പറയുമ്പോൾ ഫൂട്ടിലുള്ള മസിൽസ് ആണ്. എത്ര എണ്ണം ഉണ്ട്? 8 പെയേഴ്സ് ഉണ്ട്. അത് മൂവ്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 8 പെയേഴ്സ് ഓഫ് പെഡൽ റിട്രാക്റ്റഡ് മസിൽസും ഉണ്ട്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുവാണെങ്കിൽ റാഡുല റാസ്പിംഗ് ഓർഗൻ ആണ്, ടീത്ത് ആയിട്ടുള്ള ടൈങ് ലൈക്ക് ഓർഗൻ ആണ്. എവിടെയായിരിക്കുന്നത്? റാഡുലാർ സാക്കിനകത്താണ്, ബക്കൽ ക്യാവിറ്റിക്കുള്ളിനകത്താണ്. അതുകൊണ്ട് പിന്നെ അസോസിയേറ്റഡ് വിത്ത് ദ സ്റ്റൊമക്ക് എന്ത് കാണുന്നുണ്ട്? ഒരു പെയർ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് കാണുന്നുണ്ട്. പിന്നെ ഷോർട്ട് സീക്കമുണ്ട്. സീക്കത്തിന് ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. എന്താ ഉള്ളതെന്ന് അറിയാം? ഒരു ക്രിസ്റ്റലൈൻ സ്റ്റൈൽ ഈ സീക്കവുമായിട്ട് ചേർന്ന് കാണുന്നുണ്ട്. എന്താണ് ഈ ക്രിസ്റ്റലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്? ഒരു ജെലാറ്റിനസ് ജെല്ലി ലൈക്ക് റോഡാണ് കേട്ടോ. ആ ജെല്ലി ലൈക്ക് റോഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും ഈ ഓർഗാൻസ് എന്ന്. മോണോപ്ലക്കോഫോറയെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ക്രിസ്റ്റലൈൻ സ്ലൈഡ്. വേറെ സ്ഥലത്തും വരുന്നുണ്ട്, നിങ്ങൾ ഓർത്തിച്ചോളുക. അപ്പം ഈ ജെലാറ്റിനസ് റോഡ് എൻസൈംസിനെ റിലീസ് ചെയ്യും. അവണക്ക്
പിന്നെ ഫുഡ് പാർട്ടിക്കിൾസിനെ ഗ്രൈൻഡ് ചെയ്യാനും ഈ ക്രിസ്റ്റലൈൻ സ്റ്റൈല് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ജെലാറ്റിനസ് റോഡാണ്, ഹെൽപ്സ് ഇൻ ഡൈജഷൻ ബൈ റിലീസിങ് എൻസൈം ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കും. ഫുഡ് പാർട്ടിക്കിൾസ് ഗ്രൈൻഡ് ചെയ്യാനും സഹായിക്കും. ഇൻഡസ്റ്റൈൻ ഹൈലി കോയിൽഡ്, ഇത് ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. അതിൻ്റെ സെലിൻ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോഴത്തേക്ക് രക്തത്തിലാണ് വന്ന് അവസാനിക്കുന്നത് ഇൻഡസ്റ്റൈൻ. ഇതിന്റെ ഫുഡ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെയാണ് കഴിക്കുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം നോക്കുവാണെങ്കിൽ ഓപ്പൺ ടൈപ്പ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. വിത്ത് ഡോസൽ ഹേർട്ട്, ബ്ലഡ് വെസൽസ് ആൻഡ് സൈനസസ്. അതെന്താ ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അത് ക്ലോസ്ഡ് അല്ലേ? ക്ലോസ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ എന്ന് നിങ്ങൾക്ക് ന്യായമായിട്ടും ചിന്തിക്കേണ്ടതാണ് അല്ലേ? അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? സൈനസസ് എന്ന് പറഞ്ഞാൽ ചെറിയ 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 ഓപ്പണിങ്സ് ആണേ. ഇപ്പോൾ ഈ നമുക്ക് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബ്ലഡ് ബോഡി ക്യാവിറ്റി ആയിട്ട് മീൻസ് ഫ്രീ ആയിട്ട് ബ്ലഡ് എന്താ ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. നമ്മുടെയൊക്കെ ബോഡി എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഒഴുകുന്നത് എല്ലാം രക്തക്കുഴലുകൾ വഴി മാത്രമാണ്. അതായത് ബോഡിയുടെ ക്യാവിറ്റിയിലേക്ക് ബ്ലഡ് റിലീസ് മീൻസ് എന്താണ് സ്പ്രെഡ് ആവുന്നില്ല. ഈ സൈനീസസ് എന്ന് പറയുന്നത് ഈ ഓർഗാനിസത്തിൽ ചില ഭാഗത്ത് ബ്ലഡ് വെസൽസ് ഉണ്ട്. എന്നൊരു സയൻസ് ഈ ഓപ്പണിംഗ് വഴി എന്ത് ചെയ്യും? ബ്ലഡ് ബോഡിയുടെ ക്യാവിറ്റിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ബ്ലഡ് വെസൽസ് വഴി അല്ല ഇവിടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡോസൽ ഹേർട്ട് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, സൈനീസസ് ഉണ്ട്. ഇനി ഹേർട്ട് 2 pairs ഓഫ് ഓറിക്കിൾസും 1 pair ഓഫ് വെൻട്രിക്കിൾ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. നെർവസ് സിസ്റ്റം ലാഡർ ലൈക്ക് നെർവസ് സിസ്റ്റം എന്താണെന്ന് ഇനി അറിയാലോ. സർക്കും ഓറൽ റിംഗ് ഉണ്ടോ? സർക്കും ഓറൽ റിംഗ് ഇവിടെയായിട്ട് കണ്ടു. പിന്നെന്താണ്ടുള്ളത്? സർക്കും ഓറൽ റിങ്ങിന്റെ വേറൊരു പേര് സെറിബ്രൽ കമ്മീഷർ. അത് മൗത്തിനെ സറൗണ്ട് ചെയ്ത് കാണുന്നുണ്ട്. ദെൻ 2 pairs ഓഫ് നെർവ് കോഡ്, മുകളിലൊരു പെയർ താഴെ ഒരു പെയർ, 2 pairs ഓഫ് നെർവ് കോഡ്. അപ്പം താഴെ ഉള്ളതിനെ പെഡൽ, ഇന്നർ പെഡൽ, മുകളിലുള്ളത് ഔട്ടർ വിസറൽ കോഡ് അല്ലെ. പെഡൽ എന്ന് പറയുമ്പോൾ ഫൂട്ടിൽ, പിന്നെ വിസറൽ എന്ന് പറയുമ്പോഴത്തേക്ക് മാൻഡിലുമായിട്ട് ചേർന്നിട്ട് ആയിരിക്കും അത് കാണുന്നത്. അപ്പോൾ തമ്മിൽ കണക്ട് ചെയ്യാൻ കണക്റ്റീവ്സും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളതാണ് നെർവസ് സിസ്റ്റം. റീപ്രൊഡക്റ്റീവ് ആസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ 2 pairs 4 ഗൊണാഡ്സ് ഉണ്ട്. പുറത്തേക്ക് തുറക്കുന്നത് എങ്ങനെയാ? ടു ദ സെയിം നമ്പർ ഓഫ് നെഫ്രീഡിയ ഇൻ ദ മിഡിൽ. അപ്പം മിഡിൽ ഭാഗത്തുള്ള നെഫ്രീഡിയ ഗോണോഡാക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 2 pairs ഓഫ് ഗൊണാഡ്സ് ഉണ്ടെങ്കിൽ 2 pairs ഓഫ് നെഫ്രീഡിയ ഗോണോഡാക്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതുവഴിയാണ് ഗൊണാഡ്സിന്റെ സെക്സ് സെൽസ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ഉണ്ടോ? അപ്പൊ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. ഡെവലപ്മെന്റ് അബൈസൽ, കാരണം ഒത്തിരി ആഴത്തിലുള്ള ജീവിക്കുന്ന ജീവി ആയതുകൊണ്ട് ഇതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുകളൊന്നും ഇല്ല. ഇതാ വന്നു നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കയറുകയാണ്. അപ്പൊ നമ്മൾ മോണോപ്ലക്കോഫോറ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബൈവാൽവി, അടുത്ത ക്ലാസ് ആണ് പെലിസിപ്പോഡ എന്നാണ് ഇതിന്റെ വേറൊരു പേര്. സെക്കൻഡ് ലാർജസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്തോളൂ. സെക്കൻഡ് ലാർജസ്റ്റ് ക്ലാസ് ആണ് ബൈവാൽവിയുടെ, മൊളസ്കയിൽ വരുന്നത്. എത്ര സ്പീഷീസ് ഉണ്ട്? 15,000 സ്പീഷീസ് ഉണ്ട് അല്ലേ? കണ്ടോ? പിന്നെ അതുപോലെ മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ സ്പീഷീസും അതിനകത്ത് വരുന്നുണ്ട്. മറൈൻ എത്ര വരുന്നുണ്ട്? 13,500 മറൈനും 2,000 ഫ്രഷ് വാട്ടറും. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ക്ലാംസ് വരുന്നുണ്ട്, ഓയിസ്റ്റേഴ്സ്, പേൾ ഓയിസ്റ്റേഴ്സ്, മസിൽസ് ഒക്കെ ഇതിനകത്ത് നമുക്ക് ഫെമിലിയർ ആണ്, ഇതിനകത്ത് മെമ്പേഴ്സ്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാറ്ററലി കംപ്രസ്ഡ് മൊളസ്ക് ആണ്. ലാറ്ററലി കംപ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? രണ്ട് സൈഡിൽ നിന്ന് കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി, ലാറ്ററലി കംപ്രസ്ഡ് ആയിട്ടുള്ള മൊളസ്ക് ആണ്. വിത്ത് ബൈലോബ്ഡ് മാൻഡിൽ. ബൈലോബ്ഡ് എന്ന് പറയുമ്പോൾ രണ്ട് ലോബുള്ള മാൻഡിൽ. ഇതുവരെ കണ്ടതിനകത്തൊക്കെ നമ്മൾ ഒരു ഷെല്ല്, അതിന്റെ അടിയിൽ ഒരു മാൻഡിലാണ് കണ്ടല്ലേ? ഇവിടെ ബൈലോബ്ഡ് ആണ് അല്ലേ? ബൈലോബ്ഡ് ആണ് മാൻഡിൽ.
അപ്പം ഈ മാൻഡിലിനപ്പോൾ ഇവിടെ ഒരു ഷെല്ല് സെക്രീറ്റ് ചെയ്യാം, ഇവിടെ ഒരു ഷെല്ല് സെക്രീറ്റ് ചെയ്തൂടെ? ഓക്കെ. ബൈലോബ്ഡ് മാൻഡിൽ സെക്രീറ്റിംഗ് എ ഷെൽ മെയ്ഡ് ഓഫ് 2 വാൽവ്സ്, 2 വാൽവ്സ്. അപ്പോൾ മോണോ പ്ലക്കോഫോറ വരെ സിംഗിൾ വാൽവ് ആയിരുന്നു. മോണോ പ്ലക്കോഫോറയിൽ ഒരു വാൽവ്, അതുകൊണ്ടാണ് മോണോ. പ്ലക്കോഫോറയിൽ ഷെല്ല് ഇല്ലായിരുന്നല്ലോ, വേം ലൈക്ക് അല്ലായിരുന്നോ? അത് ഓർത്തോണം. അപ്പം ബൈ വാൽവ് കണ്ടോ, ഇതിന്റെ ഉണ്ടോ 2 ബൈ വാൽവ്, ആ പേരിൽ തന്നെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇവിടെ ബൈലോബ്ഡ് ആയിട്ടുള്ള മാൻഡിലാണ് സെക്രീറ്റിംഗ് ഷെൽ ഓൺ എയ്തർ സൈഡ്, 2 വാൽവ് സെക്രീറ്റ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് ആർ സെഡൻഡറി ഓർ സ്ലോ മൂവേഴ്സ്. അതിൽ മിക്ക ആൾക്കാരും എവിടെയെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഉള്ള അല്ലെങ്കിൽ സ്ലോ മൂവേഴ്സ് ആയിരിക്കും. സസ്പെൻഷൻ ഫീഡേഴ്സ്. സസ്പെൻഷൻ ഫീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്ടർ ഫീഡേഴ്സ് ആണ്. വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ആ വെള്ളത്തിലുള്ള ഓർഗാനിസത്തിനെ പിന്നെ കഴിക്കുന്നവരാണ്. വിത്തൗട്ട് റാഡുല ആണ്, സസ്പെൻഷൻ ഫീഡേഴ്സ് ആണ്. ഒരു സൈസ് നോക്കിക്കഴിഞ്ഞാൽ ലെസ് ദാൻ എ മില്ലിമീറ്റർ അത്രയും ഉള്ളവരും ഉണ്ട്, വലിയ 1.5 മീറ്റർ ഉള്ള ജൈൻ ക്ലാംസും ഉണ്ട്, 370 കിലോ വരെ ഒക്കെ വളരുന്ന ജൈൻ ക്ലാംസും ഉണ്ട്. അപ്പൊ ഇതിന്റെ വേറൊരു പേരെന്താന്ന് നോക്കി, ഈ ബൈവാൽവിയുടെ ലാമെല്ലി ബ്രാങ്കിയേറ്റ എന്ന് പറയും. ഇത് ബ്ലെയിൻവില്ലയാണ് ഈ ഒരു പേര് കൊടുത്തത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗിൽസ് പ്ലേറ്റ് കണക്കാണ്. ഞാൻ കാണിക്കാം. പ്ലേറ്റ് ലൈക്ക് അപ്പിയറൻസ് ഓഫ് ഗിൽസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ്. വേറൊരു പേരൂടെ ഉണ്ട്, പെലിസിപ്പോഡ. ഈ പെലിസിപ്പോഡ എന്ന് പറയുന്ന പേര് കൊടുത്തത് ഗോൾഫോസ് ആണ് 1822. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്തത്? ഇതിന്റെ ഫൂട്ടിനൊരു ഹാച്ചറ്റ് ഷേപ്പാണ്. ഹാച്ചറ്റ് നമ്മുടെ കോടാലിയുടെ ബ്ലേഡിന്റെ ഷേപ്പ് കണക്ക് ആണ് ഫൂട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പെലിസിപ്പോഡാന്ന് പേരിട്ടു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക 2 പേരുകൾ ബൈവാൽവിയുടെ. പെലിസിപ്പോഡയുണ്ട്. പെലിസിപ്പോഡ എന്ന് വന്ന പേര് വന്നതിന്റെ റീസൺ ആണ് നമ്മൾ കണ്ടോ, ഹാച്ചറ്റ് ബ്ലേഡ്, കോടാലിയുടെ ബ്ലേഡില്ലേ, അതിന്റെ ഒരു ഷേപ്പ് ഉണ്ട്. എന്തിന്? അതിന്റെ ഫൂട്ടിന് ഉള്ളതുകൊണ്ട്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പോവുകയാണ്. എക്സ്ക്ലൂസീവ്ലി അക്വാട്ടിക് ആണ്, കരയിൽ കാണുന്നില്ല. മോസ്റ്റ്ലി മെറൈൻ, സം ആർ ഫ്രഷ് വാട്ടർ. അപ്പം മോസ്റ്റ്ലി മെറൈൻ ആണേ. ഓക്കെ. ജനറലി സെഡൻഡറി ഓർ സ്ലാഗിഷ്, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്താൽ കാണത്തേ ഉള്ളൂ. അങ്ങനെ വലിയതായിട്ട് ഓടി നടക്കാനൊന്നും ഇഷ്ടമുള്ള ആൾക്കാരല്ല. എൻ്റെ ബോഡി നോക്കുവാണെങ്കിൽ ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി അറിയാലോ, ലാറ്ററലി കംപ്രസ്ഡ് ബോഡിയാണെന്നും കണ്ടു. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇനി മാൻഡിൽ കൺസിസ്റ്റ് ഓഫ് 2 lateral symmetrical leaf-like lobes united dorsally. 2 ഉണ്ടോ ലാറ്ററലി സിമെട്രിക്കൽ ലീഫ് ലൈക്ക് ലോബ്സ്. ഇത് ഒരിടത്ത് വന്നിട്ട് ജോയിൻ ചെയ്തിരിക്കും. അതാണ് മാൻഡിലിന്റെ ഒരു അപ്പിയറൻസ്. ഇനി ഷെല്ല് നോക്കുകയാണെങ്കിൽ ഉണ്ട്, ഷെല്ലും അതേപോലെയാണ്. കൺസിസ്റ്റ് ഓഫ് 2 ഡിസ്റ്റിങ്ക്ട് വാൽവ്. ഇതൊരു വാൽവ്, ഇത് അടുത്ത വാൽവ്. പിന്നെ ഇത് എൻ്റെ ഒരു സൈഡ് ഫ്രീ ആയിരിക്കും, ഫ്രീ വെൻട്രലി, ബട്ട് യുണൈറ്റഡ് ഡോസലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹിഞ്ച്, ഒരു കണക്ഷൻ. നമുക്കറിയാലോ കക്കയുടെ 2 ഹാഫ് തമ്മിൽ ഒരിടത്തൊരു കണക്ഷൻ ഇല്ലേ, അതിനെ ഹിഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ ലിജമെന്റ് എന്ന് പറയും. ഹെഡ് റുഡിമെന്ററി ആണ്, വിത്തൗട്ട് ഐസ് ആൻഡ് ടെൻഡിക്കിൾസ്. ഈ ബൈവാൽവിയൽ. മോണോപ്ലക്കോഫോറയിലും അങ്ങനെയായിരുന്നു അല്ലേ, ഹെഡ് റുഡിമെന്ററി ആയിരുന്നു, ഐസും ടെൻഡിക്കിൾസും ആബ്സെന്റ് ആയിരുന്നു. ഇവിടെയും അതേപോലെ തന്നെ. ഇനി ഫൂട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ കംപ്രസ്ഡ് ആണ്. ബറോയിങ് ഹെൽപ്പ് ചെയ്യുന്നു. ബറോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബറോ ചെയ്ത് ഇങ്ങനെ തുറന്നു പോകാൻ. റെസ്പിറേറ്ററി ഓർഗൻസ് ഗിൽസ് പ്ലേറ്റ് ലൈക്ക് ആണ്, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ ഈ പ്ലേറ്റ് ലൈക്ക് ആയിട്ടുള്ള ഗിൽസ് അല്ലെങ്കിൽ ടിനീഡിയ, അതിനെ നമുക്കൊന്ന് കാണാം. ഇതുണ്ടോ, ഉണ്ടോ, എ പെയറാണ് ഉണ്ടോ, പ്ലേറ്റ് ലൈക്ക് ഉണ്ടോ, പ്ലേറ്റ് ലൈക്ക് പ്ലേറ്റ് ലൈക്ക് ഇവിടുത്തെ ഫൂട്ട് കണ്ടോ, ഫൂട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല, ഹാച്ചറ്റ് ഷേപ്പ് ആണെന്നൊക്കെയാ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് എ പെയർ ഓഫ് പ്ലേറ്റ് ലൈക്ക് ടിനീഡിയ ഓർ ഗിൽസ് ആണ്. ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗിൽസ് സഹായിക്കുന്നുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം വിത്തൗട്ട് റാഡുല ആൻഡ് ജോസ്. റാഡുലയും ഇല്ല, ജോസും ഇല്ല, താടികളും ഇല്ല. ഇനി പകരം ഒരു ക്രിസ്റ്റലൈൻ സ്റ്റൈലുണ്ട് അസോസിയേറ്റ് വിത്ത് സീക്കം. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സീക്കം ത്തിൽ അസോസിയേറ്റ് ചെയ്ത് ക്രിസ്റ്റലൈൻ സ്റ്റൈൽ ഉണ്ടെന്ന് ഏതില്ല, മോണോപ്ലക്കോഫോറയിലാണ് പറഞ്ഞത്. അപ്പം ഇവിടെയും ഉണ്ട് ഈ ക്രിസ്റ്റലൈൻ സ്റ്റൈൽ. അത് ഒരു ജെലാറ്റിനസ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നതാണ് എന്നെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദേ ആർ ഓൾ സസ്പെൻഷൻ ഫീഡേഴ്സ്. ഇവർ എങ്ങനെയാണ് സസ്പെൻഷൻ ഫീഡേഴ്സ്, അതായത് ഫിൽട്ടർ ഫീഡേഴ്സ് ആണ്. വെള്ളം
ബോഡിയിലേക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെയാണ് കഴിക്കുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ആണ്. അപ്പൊ ഹേർട്ട് ഉണ്ട് വിത്ത് 2 ഓറിക്കിൾസ് ഉണ്ട് ആൻഡ് എ വെൻട്രിക്കിൾ. ബ്ലഡ് വെസൽസ് ഉണ്ട്, അതുകൊണ്ട് ബ്ലഡ് സൈനസസും ഉണ്ട്. ഇനി റീപ്രൊഡക്റ്ററി ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ സെക്സസ് സെപ്പറേറ്റ് ആണ്, ഗോണോകോറിക്കാണ് അല്ലേ? അത് കാര്യം പറയുമ്പോഴേ നമുക്ക് ആ വാക്ക് ഇങ്ങനെ മനസ്സിൽ വരണം. ഗോണോകോറിക് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? എക്സ്റ്റേണൽ ആണ് ഇവിടെയും. മൊണോപ്ലക്കോഫോറയിലും എക്സ്റ്റേണൽ ആയിരുന്നു. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ഇവിടുത്തെ ലാർവയുടെ പേര് കണ്ടോ? ഗ്ലോച്ചീഡിയം ലാർവ. ഗ്ലോച്ചീഡിയം കണ്ടോ? ഗ്ലോച്ചീഡിയം. ഓക്കെ. വെലിഗർ ലാർവ നമ്മൾ ജനറലി പഠിച്ചു, പക്ഷെ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഗ്ലോച്ചീഡിയം ആണ് ഇവിടുത്തെ ഇതിന്റെ ലാർവ. ഏതിന്റെ? ബൈവാൽവിയയുടെ ലാർവ. ബൈവാൽവിയയുടെ ലാർവ ഗ്ലോച്ചീഡിയം. കോമൺ എക്സാമ്പിൾ പെർണ, നമ്മുടെ സദാ കക്ക, യുണിയോ, മിസ്റ്റസ്, ടെറിഡോ, പിങ്ടാഡ. ഇതെല്ലാം ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പെർണയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പെർണ നമ്മൾക്കെല്ലാം സുപരിചിതമാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പെർണ. കക്ക ഇറച്ചി കഴിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇതിന് ഫാമിലി മൈറ്റിലിഡേ എന്ന് പറയുന്ന ഫാമിലിക്കകത്താണ് വരുന്നത്. ഇത് ഒരു കാർപ്പറ്റ് പോണക്ക് അങ്ങ് വളരും. സബ്മേർജ്, വെള്ളത്തിൽ ഇച്ചിരി സബ്മേർജ്ഡ് ആയിട്ടുള്ള റോക്സിന്റെ ഒക്കെ മണ്ടിയിൽ ഒരു കാർപ്പറ്റ് പോണക്ക് അത് വളരും. അങ്ങനെ എങ്ങനെയാണ്? എന്നിട്ട് ഈ റോക്കിന്റെ മണ്ടിയിൽ ഇതിന് ചില ബോഡിയിൽ ചില സെക്രീഷൻസ് ഉണ്ട്, ചില ത്രെഡ് പോണക്ക്, പ്രോട്ടീൻ ത്രെഡ് പോണക്കുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. ബൈസസ് ത്രെഡ് അത് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ആ കാർപ്പറ്റ് ലൈക്ക് ഔട്ട്ഗ്രോസ് ഉണ്ട്. കാർപ്പറ്റ് പോണൊക്കെ വെച്ചാൽ പാറയുടെ പുറത്ത് ഇങ്ങനെ അങ്ങ് ഒരു പരന്ന് അറ്റാച്ച് ചെയ്ത് കാണും, അതുകൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ബൈസസ് ത്രെഡ് കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതാണ് ബോഡിയിൽ നിന്ന് തന്നെ സെക്രീറ്റ് ചെയ്യുന്നതാണ് ഉണ്ടോ ഇത്. ഈ ബൈസസ് ത്രെഡ് വെച്ച് പ്രോട്ടീനേഷ്യസ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത് സബ്സ്ട്രേറ്റത്തിൽ. ഇനി കോമൺ സ്പീഷീസ് ഇന്ത്യൻ കോസ്റ്റിൽ 2 കാണുന്നുണ്ട്. പെർണ വിറിഡിസും പെർണ ഇൻഡിക്കയും. ഓക്കെ. അപ്പൊ നമുക്കത് അതിന്റെ അപ്പിയറൻസ് ഒന്ന് കണ്ടു കഴിഞ്ഞാലോ? പെർണ ഇൻഡിക്ക, ഇത് പെർണ വിറിഡിസ്. ഇത് തമ്മിൽ നോക്കിയിട്ട് എന്താ വ്യത്യാസം? ഒരെണ്ണത്തിന് ഇച്ചിരി നീളം കൂടുതലുണ്ട്. കളറിൽ വല്ല വ്യത്യാസം ഉണ്ടോ നോക്കി? അതുണ്ട്. പെർണ വിറിഡിസിന് ഒരു 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 പച്ച ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷെ പെർണ ഇൻഡിക്ക ബ്രൗൺ ആണ്. കണ്ടോ? അപ്പൊ നമുക്കത് നോക്കാം. പെർണ വിറിഡിസിനെ കുറിച്ചാണ്. ഏഷ്യൻ ഗ്രീൻ മസൽ എന്നാണ് അതിന് പറയുന്നത്. ഹസ് തിക് ഇക്യുവാൽവ്, 2 വാൽവിനും ഒരേ സൈസാണ്. ഇലോങ്ങേറ്റഡ് ഷെല്ലാണ്. ചുട നീളമുണ്ട്. നോക്കിയോ, അതിനോട് ഒരു പച്ച കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ട ഒരു പച്ച കണ്ട നീണ്ടിരിക്കും ഈ പെർണ വിറിഡിസ്. ഓക്കെ. ഈ ഷെൽവിന്റെ വാൽവ്സ്, അതിന്റെ ആ ഒരു ഔട്ട്ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കുലർ ആണ്, ഓൾമോസ്റ്റ് ഒരു ട്രയാങ്കുലർ എന്ന് നമുക്ക് പറയാം. 1 എൻഡ് അല്ലേ, ഇങ്ങനെ അല്ലേ, 1 എൻഡ് പോയിന്റഡ് ആൻഡ് ദി അതർ എൻഡ് ബ്ലണ്ട് ആൻഡ് ഓവോയിഡ്. അങ്ങനെയുള്ള ഒരു ഷേപ്പാണ് ഷെൽ വാൽവ്സിന്. ഇനി അമ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ? ഇപ്പൊ ഒരു ഷെല്ല് നമ്മൾ കണ്ടോ? അപ്പൊ ഈ ഷെല്ലിന്റെ തന്നെ അതിന്റെ ഒരു റീജിയൻ ഇതാണ് ഫസ്റ്റ് ഫോംഡ്. ഇതിൽ നിന്നാണ് പിന്നെ വോൾസ് പിന്നെ ഇത് ഇങ്ങനെ വളർന്ന് പോകുന്നത്. അപ്പൊ അമ്പോ എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിനന്റ് പാർട്ട് ഓഫ് ബൈവാൽവ് ഷെല്ലാണ്. ലൊക്കേറ്റഡ് നിയർ ദ ഹിഞ്ചിനോട് ചേർന്നതാണ്. ഫസ്റ്റ് ഫോംഡ് പാർട്ടാണ് ഷെല്ലിന്റെ എന്ന് പറയുന്നത്. ടെർമിനൽ എൻഡിലായിരിക്കും കാണുന്നത്. ഓക്കെ. അപ്പൊ ഈ അമ്പോ എന്ന് പറയുന്നത് എവിടെ കാണും? ബൈവാൽവിയൽ ടെർമിനൽ എൻഡിൽ കാണാൻ പറ്റും. പിന്നെ ഹിഞ്ച് പ്ലേറ്റ് തമ്മിൽ ജോയിൻ ചെയ്തിരുന്ന ഹിഞ്ച് പ്ലേറ്റ്, അതിനകത്ത് ചെറിയ ചെറിയ ടീത്തുകൾ കാണാൻ പറ്റുന്നുണ്ട്. ലിഗമെന്റ് 2 വാൽവിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ലിഗമെന്റ്സ് ഉണ്ട്. ആ ലിഗമെന്റ്സ് എന്ന് പറയുന്നത് തിക്കാണ്. തിക്ക് ലിഗമെന്റ്സ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷെല്ലിന്റെ കാര്യം പറയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓർക്കുമല്ലോ, നമുക്ക് അപ്പോഴേ അതിന്റെ ഒരു അപ്പിയറൻസ് മനസ്സിൽ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഓർക്കണം. അമ്പോ പിന്നെ അതിന്റെ ഷേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലിഗമെന്റ്. ഓക്കെ. ഇതിന്റെ സ്മൂത്ത് സർഫസ്, ഷെല്ലിന്റെ സ്മൂത്ത് സർഫസ് ഡാർക്ക് ഗ്രീൻ ആണ്. ഗ്രീൻ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ബ്രൗൺ ആയി, നമ്മൾ കണ്ടായിരുന്നല്ലോ നേരത്തെ. ബ്രൗൺ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് അമ്പോ റീജിയൻ വരുമ്പോൾ ഇച്ചിരി ഒന്ന് ലൈറ്റർ കളർ ആവും.
ഷെയ്ഡ് അങ്ങനെയാണ്. പിന്നെ യങ്ങർ മസിൽസ് ബ്രൈറ്റ് ഗ്രീൻ ആയിരിക്കും കേട്ടോ. അപ്പം പ്രായം വെച്ച് കഴിഞ്ഞാൽ ഏജ്ഡ് ആവുന്നുള്ള പിന്നെ എന്താണ് ഈ പറഞ്ഞ ഡാർക്കർ കളർ ആവുകയും ചെയ്യും. ഫൂട്ട് നേരത്തെ കാണിച്ചു, ഫിംഗർ ഷേപ്ഡ് ആണ്, തിക്ക് ആൻഡ് എക്സ്റ്റെൻസിബിൾ ആണ്. ഫൂട്ട് ഫിംഗർ ഷേപ്ഡ് ആണ് കണ്ടോ, തിക്കാണ്, കട്ടിയുണ്ട്, എക്സ്റ്റെൻസ് ചെയ്യാൻ പറ്റും. ബൈസസ് അപ്പാരറ്റസ് ഫൂട്ടിന്റെ അല്ലെ സിറ്റുവേറ്റ് എടുത്ത പോസ്റ്റീരിയർ ബേസ്. ഈ ബൈസസ് അപ്പാരറ്റസിൽ നിന്നാണ് ബൈസസ് ത്രെഡ് സെക്രീറ്റ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചായിരുന്നു കണ്ടോ, ബൈസസ് ത്രെഡ് ലോങ്, തിക്ക് ആൻഡ് സ്ട്രോങ് ആണേ. അപ്പം ഈ ബൈസസ് ത്രെഡ് ഇറ്റ് ഹാവ് എ വെൽ ഡെവലപ്മെന്റ് അറ്റാച്ച്മെന്റ് ഡിസ്ക് ഉണ്ടോ, വെൽ ഡെവലപ്ഡ് അറ്റാച്ച്മെന്റ് ഡിസ്ക് കാണാം. ഒരു ചെറിയൊരു ഡിസ്ക് പോണൊക്കെ സ്ട്രക്ചർ അതിന്റെ ടിപ്പിൽ കാണാം. ആ സബ്സ്ട്രേറ്റുമായിട്ട് നല്ല ഫോമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. പെർണ ഈസ് എഡിബിൾ. അതറിയാലോ, കഴിച്ചിട്ടുള്ളവരെടുത്താ പറയുന്നത് പെർണ എഡിബിൾ ആണ്. അപ്പോൾ പെർണ ഈസ് എഡിബിൾ, റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. എന്താ പ്രോട്ടീൻ വേണ്ടുന്നവർക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു എന്താണ് ഫുഡാണ് പെർണ. അപ്പം ഈ പിന്നെ അത് കണക്കിന്റെ ഷെല്ല് ബേൺ ചെയ്തിട്ട് അതിൽ നിന്ന് ലൈവ് ഉണ്ടാക്കുന്നുണ്ട്, സിമെന്റ് ഉണ്ടാക്കുന്നുണ്ട് മസിൽ ഷെല്ലിൽ നിന്ന്. അപ്പൊ അതൊക്കെ അതിന്റെ കൊമേഴ്സ്യൽ വാല്യൂ ആണ്. അത് തീർന്നു. അപ്പൊ നമ്മൾ ഏതാ ഇപ്പൊ നിർത്തിയത്, പഠിച്ചു തീർന്നത് ബൈവാൽവി. അപ്പൊ നമ്മൾ ഇന്ന് മോണോപ്ലക്കോഫോറ കഴിഞ്ഞു, ബൈവാൽവിയെ അതായത് പെരിസിപ്പോഡ അത് കഴിഞ്ഞു. ഇനി പോളി പ്ലക്കോഫോറ, ആംഫിനൂറിയ എന്നും കൂടെ പറയും. കൈറ്റൺ ആണ്, നിങ്ങൾ കണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ. ആംഫിനൂറിയ റെഫേഴ്സ് ടു പെയ്ഡ് ലോഞ്ചിറ്റ്യൂഡിനൽ നെർവ് കോഴ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദി ബോഡി. ഇപ്പം ആംഫിനൂറിയ എന്ന് പറയാൻ കാരണം പെയ്ഡ് ആയിട്ടുള്ള, പെയ്ഡ് എന്ന് പറയുമ്പോൾ അപ്പോഴേ അറിയാം രണ്ടെണ്ണം ഉണ്ട് അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ നെർവ് കോഡ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് വെച്ചാൽ ബോഡിയുടെ ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നെർവ് കോഡ്സ് ഉണ്ട് ഓൺ ഈച്ച് സൈഡ്. ഇപ്പൊ ഡോസൽ സൈഡിലും ഉണ്ട്, വെൻട്രൽ സൈഡിലും ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കുക. ആംഫിനൂറിയ റെഫേഴ്സ് ടു ദ പെയ്ഡ് ലോഞ്ചിറ്റ്യൂഡിനൽ നെർവ് കോഡ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദി ബോഡി. സെഡൻറ്ററി ഓർ സ്ലോ മൂവിങ്. ഇവർക്കും വലുതായിട്ട് അനങ്ങാനൊന്നും ഇഷ്ടമുള്ളവരല്ല, സെഡൻറ്ററി ആയിരിക്കും. എന്നാൽ ഇനി മൂവ് ചെയ്യുന്നവരാണെങ്കിൽ സ്ലോ മൂവേഴ്സ് ആണ്. ഇന്റർടൈഡൽ സോൺ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ. വേലിയേറ്റവും വേലിയിറക്കവും വരുന്ന പോയിന്റിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള സ്ഥലമാണ്. റോക്കി ഷോസിലാണ് ഇവരെ, റോക്കി സബ്സ്ട്രേറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവരെ കാണുന്നത്. ദിസ് ക്ലാസ് ഇൻക്ലൂഡ്സ് കൈറ്റൺസ് ആണ് ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് വരുന്ന മെമ്പേഴ്സിനെല്ലാം ഏകദേശം ഒരേ ഒരു അപ്പിയറൻസ് ആണ് കേട്ടോ. സേലിയൻ ഫീച്ചേഴ്സ് ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് പ്രിമിറ്റീവ് ആണ്, സെഡൻറ്ററി ആണ്, സ്ലോ മൂവിങ് ആണ്, ഇന്റർടൈഡൽ സോൺസിലാണ് കാണുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇതിന്റെ ഫുഡ് എന്താണ്, ഹെർബിവോർ ആണ് കേട്ടോ. ഗ്രേസസ് ഓൺ ആൽഗയൊക്കെ കഴിച്ചിട്ടാണ് ഇവരിങ്ങനെ ജീവിക്കുന്നത്. പാവമാണേ. ഇതിന്റെ ബോഡി നോക്കുകയാണെങ്കിൽ അൺടോർട്ടഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നെയിലൊക്കെ അതിന്റെ ഡെവലപ്മെന്റിൽ ബോഡി ഒരു 180 ഡിഗ്രി ഇതിന്റെ ഗ്രോത്ത് ടൈമിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. മനസ്സിലായി? അപ്പൊ അതിന്റെ സിമെട്രി ഒക്കെ മാറും. പക്ഷേ ഇവിടെ അൺടോർട്ടഡ് ബോഡി എന്നാണ് പറയുന്നത്. അപ്പൊ ബൈലാറ്ററൽ സിമെട്രി ഒക്കെ കിട്ടുന്ന ബോഡിയാണ്. ഇങ്ങനെ ഒരു 180 ഡിഗ്രി ഒരു ബോഡിക്ക് ഒരു ട്വിസ്റ്റ് ഒന്നും വരുന്നില്ല അതിന്റെ ഡെവലപ്മെന്റിന്റെ ടൈമിൽ. അതാണ് അൺടോർട്ടഡ് ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോഡിയാണ്. ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി, ബൈലാറ്ററൽ സിമെട്രി. മാൻഡിൽ is massive and covers body dorsally and laterally like അപ്ലക്കോഫോറ പോണക്കായാലും മോണോപ്ലക്കോഫോറ പോണക്കായാലും. അപ്പം ഇത് കവേഴ്സ് ബോഡി ഡോസലിയും ലാറ്ററലിയും കവർ ചെയ്തുകൊണ്ട് മാസീവ് ആയിട്ടുള്ള മാൻഡിലാണ്. ഇനി ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഉണ്ടോ, ഡോസൽ സൈഡിലെ മാൻഡിൽ, മാൻഡില് സെക്രീറ്റ് ചെയ്യും ഷെല്ല് ഒറ്റ ഒരു പീസായിട്ടല്ല ഇരിക്കുന്നത്. 8 വാൽവ്ഡ് ഷെല്ലാണ് കേട്ടോ. 8 പ്ലേറ്റുകൾ തമ്മി ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ഞാൻ കാണിച്ചു തരാം കണ്ടോ. 1 2 3 4 5 6 7 8 കണ്ടോ. ഇവിടുത്തെ ഷെല്ലിന്റെ ഒരു അപ്പിയറൻസ് അങ്ങനെയാണ്. ആൻഡ് കാൽക്കേരി സ്പിക്യൂൾസ് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കാൽക്കേരി സ്പിക്യൂൾസ് ഷെല്ലിന്റെ പുറത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഹെഡ് നോക്കുകയാണെങ്കിൽ ഇൻഡിസ്റ്റിങ്ക്റ്റ് ആണ് ഇവിടെയും. ഡിവോയ്ഡ് ഓഫ് മേജർ സെൻസ് ഓർഗൻസ് ഐസ്, ടെൻറ്റിക്കിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെയും ലാക്കിംഗ് ആണ് അല്ലേ. അപ്പം മോണോപ്ലോക്കോഫോറയിലും ആബ്സെന്റ് ആയിരുന്നു, പിന്നെ ബൈവാൽവിയയിലും
എന്താണ് ഈ ഹെഡ് ഇൻഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു, ഡിവോയ്ഡ് ഓഫ് സെൻസ് ഓർഗൻസ് ഒക്കെ ആയിരുന്നു. ഇനി ഫൂട്ട് ഫ്ലാറ്റ് ഗ്ലാൻഡുലാർ ആണ്, ക്രീപ്പിംഗ് ഇങ്ങനെ ഇഴഞ്ഞ് ചെറിയ മൂവ്മെന്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഗ്ലാൻഡുലാർ ആണ് കേട്ടോ. അങ്ങനെ ആയതുകൊണ്ട് ഇത് എന്ത് ഹെൽപ്പ് ചെയ്യും, ക്രീപ്പ് ചെയ്യാൻ, അതേപോലെ ഫോമായിട്ട് അറ്റാച്ച് ചെയ്യാനും ഒക്കെ ഈ ഫൂട്ട് ഹെൽപ്പ് ചെയ്യും. റാഡുല ഇറ്റ് ഇസ് പ്രസന്റ്. റാഡുല ഇനി പറയണ്ടല്ലോ. നെർവസ് സിസ്റ്റം പ്രിമിറ്റീവ് ടൈപ്പ് ആണ്, ലാഡർ ലൈക്ക് ആണ്. പിന്നെ മെനി പെയർസ് ഓഫ് ഗിൽസ് കാണപ്പെടുന്നുണ്ട്. ഈ എക്സാമ്പിൾസ് ഏതൊക്കെ വരും? കൈറ്റൻ്റെ അപ്പിയറൻസ് അത് നമ്മൾ പഠിക്കാൻ പോകണം. ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചില്ലേ 8 ഷെൽസ്, അതാണ് കൈറ്റൺ ടിപ്പിക്കൽ. അതേപോലെ തന്നെ ഇരിക്കുന്നതിനകത്ത് മെമ്പേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് കണ്ടോ, കളറും കാര്യങ്ങളും ഒക്കെ വ്യത്യാസപ്പെടുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 2 എണ്ണം ഉണ്ടോ, ഷെയ്ഡുകളും അതിൻ്റെ അകത്ത് എന്താണ് ഡിസൈനും കാര്യങ്ങളൊക്കെ മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള കൈറ്റിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. കോസ്മോപോളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ എല്ലായിടത്തും കാണും എക്സെപ്റ്റ് ഇൻ പോളാർ റീജിയൻ. പോളാർ റീജിയൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കാണും. 800 ലിവിങ് സ്പീഷീസ് ഉണ്ട്. 350 ഫോസിലായിപ്പോയി മീൻസ് ഇല്ല ആയിട്ടുള്ള സ്പീഷീസും ഉണ്ട്. എക്സ്റ്റാൻഡ് എന്ന് വേണേൽ പറയാം. എക്സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതായി പോയിട്ടുള്ളൂ. സോറി, എക്സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്, എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതായി പോയത്, തിരിഞ്ഞു പോയി പറഞ്ഞപ്പോൾ. ഫീച്ചേഴ്സ് എന്താണ്? ബോഡി ഈസ് ഡോർസോവെൻട്രലി കംപ്രസ്ഡ് ആൻഡ് വിത്ത് എ തിൻ ഫ്ലാറ്റ് സർഫസ്. അടി ഫ്ലാറ്റ് ആയിരിക്കും. ആൻഡ് എ കോൺവെക്സ് അപ്പർ സർഫസ്. കോൺവെക്സ് അല്ലേ? കൈറ്റൻ്റെ നേരത്തെ ഇമേജ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഇവിടെ ആ ഷെൽ പ്ലേറ്റ് പോണക്ക് 8 ഷെൽഡ്, അടി ഫ്ലാറ്റ്. Thick and fleshy mantle secretes a characteristic dorsal shell made of 8 overlapping plates. Okay, അതും കണ്ടു. Outer portion of the mantle that surrounds and partially overlaps the shell is referred to as a girdle. ഇനി ഒരു ഗേർഡിൽ എന്ന് പറയുന്ന ടേം നമ്മൾ പഠിക്കണം. ഇപ്പൊ മാൻഡിൽ സെക്രീറ്റ് ചെയ്തു ഷെൽ. അപ്പൊ ഈ മാൻഡിൽ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എക്സ്റ്റെൻഡഡ് ഏരിയ കണ്ടില്ലേ? ആ ഏരിയയാണ് ഗേർഡിൽ എന്ന് പറയുന്നത്. ചുറ്റും ഇങ്ങനെ കാണുന്നുണ്ട്. ഗേർഡിൽ നല്ലോണം കാണിക്കാം. അതെ, ഗേർഡിൽ കണ്ടോ? ഇത് ഈ കൈറ്റിന്റെ വെൻട്രൽ സൈഡാണ് ഇങ്ങനെ ചുറ്റുമുള്ളത് ഗേർഡിൽ. അങ്ങനെ ഒരു ഗേർഡിൽ മാൻഡിലിന്റെ ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഷെല്ല് കവിഞ്ഞിട്ട്, ഷെല്ലിന്റെ പോർഷൻ കഴിഞ്ഞ് കവിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ കണ്ട് അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ ഞാൻ. കണ്ട് ഇവിടെ ഇതിൽ നമുക്ക് കാണാം മാൻഡിൽ, ഗേർഡിൽ. ഓക്കെ, ഇനി ഔട്ടർ സർഫസിൽ ഒരുപാട് കാൽക്കേരിയസ് സ്പിക്യൂൾസ്, ചെറിയ 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 എന്താണ് സ്പൈനി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. കാൽക്കേരിയസ് എന്താണ് കാൽസ്യം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പിക്യൂൾസ് ഒക്കെ ഉണ്ട്. ഇനി വെൻട്രൽ സൈഡ് നോക്കുവാണെങ്കിൽ ബിറ്റ്വീൻ ദ മാൻഡിൽ എന്താണ് നമുക്കറിയാം. മാൻഡിൽ ആൻഡ് ബോഡി പ്രസന്റ് മാൻഡിൽ ക്യാവിറ്റി ഇൻ ദ ഫോം ഓഫ് എ ഗ്രൂവ്. ഇത് നമ്മൾ എല്ലായിടത്തും കണ്ടതാണ്, ജസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ടോ? അപ്പം മാൻഡിൽ ഗ്രൂവ് ഇവിടെയുണ്ട് ഉണ്ടോ? ഇത് മാൻഡിലാണ്. പിന്നെ ഫൂട്ടിൻ്റെ ഇടയ്ക്കായിട്ടുള്ള സ്പേസ് മാൻഡിൽ ഗ്രൂവ് ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ? അതോട് നോക്കൂ, ഇതാണ് ഗിൽസ് കണ്ടോ? ധാരാളം ഗിൽസ് ഉണ്ട് ഇവിടെ. ഇപ്പൊ പറയും ഇറ്റ് കണ്ടിന്യൂസ് സെവറൽ പെയർസ് ഓഫ് ഗിൽസ് അറേഞ്ച്ഡ് ലീനിയർലി. ധാരാളം പെയർസ് ഓഫ് ഗിൽസും ഉണ്ട്. ഹെഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ബട്ട് പുവർലി ഡെവലപ്ഡ് ആണ്. വിത്തൗട്ട് ഐസ് ആൻഡ് ടെൻഡിക്കിൾസ്. ഐസും ടെൻഡിക്കിൾസും ഒന്നും അത്രയും ഡെവലപ്പ് അല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് പുവർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹെഡാണ്. പക്ഷെ നമുക്കൊന്ന് തിരിച്ചറിയാം. ഇനി ഫൂട്ട് ഉണ്ടതാ. ഫൂട്ട് ഇസ് ഫ്ലാറ്റ് ഗ്ലാൻഡുലാർ ഫൂട്ട് used for creep over substratum, and also it helps in suck. Digestive system is straight ആണ്, extend from mouth to anus. ഇനി ബക്കൽ ക്യാവിറ്റി നോക്കുവാണെങ്കിൽ ഇവരുടെ ടിപ്പിക്കൽ സ്ട്രക്ചർ ആയിട്ടുള്ള റാഡുല ഇവിടെ ഉണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് റോക്ക് സർഫസസിലൊക്കെ പ്രസന്റ് ആയിട്ടുള്ള ആൽഗയെ ഇങ്ങനെ എന്താണ് മതി കഴിക്കുന്നത് കേട്ടോ, റാഡിൽ വെച്ചിട്ട്. ഇനി നെർവസ് സിസ്റ്റം പ്രിമിറ്റീവ് ആണ്, നോൺ ഗാംഗ്ലിയോണേറ്റഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ആണ് കേട്ടോ. നോൺ ഗാംഗ്ലിയോണേറ്റഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ആണ് എവിടെ വരുന്നത്? കൈറ്റൻസ് എന്ന് പറയുമ്പം പോളിപ്ലക്കോഫോറ ആ പേര്. അപ്പൊ ഈ പ്ലക്കോഫോറയിൽ ഷെല്ലില്ലായിരുന്നു. പിന്നെ മോണോപ്ലക്കോഫോറയിൽ വന്നപ്പോൾ ഒരിടത്ത് ഷെല്ല്,
ബൈവാല്യൂ വന്നപ്പോഴത്തേക്ക് മുകളിലും താഴെയും ഷെല്ല്. പോളിപ്ലക്കോഫോറ വന്നപ്പോഴത്തേക്ക് ഷെല്ലിന്റെ എണ്ണം ഉണ്ടോ 8 പ്ലേറ്റ് കമഴ്ത്തി ഉണക്കുക. അപ്പൊ അതാണ് അതിന്റെ പിന്നിലെ റീസൺ. ഞാനിപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കമ്മിങ് ബാക്ക്. നെർവസ് സിസ്റ്റം പ്രിമിറ്റീവ് ആണ്, നോൺ ഗാംഗ്ലിയോണേറ്റഡ് ആണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡബിൾ ലാഡർ ഉണ്ട്. മുകളിൽ ഒരു ലാഡർ, താഴെയും. മുകളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മാൻഡിൽ റീജിയൻ, താഴെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫൂട്ടുമായിട്ടുള്ള ചേർന്നുള്ള റീജിയൻ. ഫൂട്ടുമായിട്ട് ചേർന്നിട്ടുള്ളതിനെ പെഡൽ കോഡ്സ് എന്ന് പറയും. മാൻഡിലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവിടെ കാണുന്ന ലാഡർ ലൈക്ക് പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റത്തിനെ പാലിയൽ കോഡ്സ് എന്നും പറയും. റീപ്രൊഡക്റ്റീവ് ആസ്പെക്ട്, സെക്സസ് സെപ്പറേറ്റ്. ഗൊണോകോറിക്കാണ്. ഗൊണാഡ്സ് സിംഗിൾ ആണ്. 2 ഗോണോഡാക്സ് ഉണ്ട് ഗൊണാഡ്സിന്റെ പ്രോഡക്ട്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഇവരിലെല്ലാം ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഇന്റേണൽ നമ്മൾ കണ്ടില്ല. ഡെവലപ്മെന്റ്, ഇവിടുത്തെ ലാർവ നമ്മുടെ ടിപ്പിക്കൽ ലാർവ വെല്ലിഗർ ലാർവയാണ് ഇവിടെ വരുന്നത്, വെല്ലിഗർ ലാർവ. ഇനി ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ 3 ക്ലാസ്സുകളാണ് കണ്ടത് അല്ലേ? മോണോപ്ലക്കോഫോറ, ബൈവാൽവിയാണ്, പോളിപ്ലക്കോഫോറ. ഇത്രയും പഠിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ് ഏതാണ്? പോളിപ്ലക്കോഫോറ കഴിഞ്ഞിട്ട് ഗ്യാസ്ട്രോപോഡ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ഐ എം ഗോയിങ് ടു finish this section by here. Thank you. I'm an icon, man. My girl about a 10. I should fuck her in a Benz.